ഹായ്, ഇറ്റ്സ് മീ ജിബിൻ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മളിങ്ങനെ സ്ക്രീനിലൂടെ കാണുന്നത്. നമ്മളധികം യാത്ര ചെയ്യാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫിഷിങ്ങിന് പോകാഞ്ഞിട്ടോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ യാത്രകൾ ചെയ്യുന്നുണ്ടായിരുന്നു, ഫിഷിങ്ങിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, നമുക്കതൊരു വീഡിയോസ് എടുത്ത് നിങ്ങളുടെയിലേക്ക് എത്തിക്കാനുള്ള ഒരു ടൈം കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി നമ്മൾ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വർഷം കൊണ്ട് ഞാൻ അറൗണ്ട് ഒരു 250-280 GB ഒക്കെ സ്റ്റോറേജ് നമ്മളെ ഫില്ലായിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് എന്താ പറയുക, എഡിറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള സമയമോ കാര്യങ്ങളോ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ നമ്മൾ ജോലി കാര്യങ്ങളൊക്കെ റിസൈൻ ചെയ്തു. അതുപോലെ തന്നെ പുതിയൊരു ക്ലാസ്സിന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഫ്രീ ടൈം കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ ടൈം കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കണമെന്ന് തോന്നി. അപ്പോഴാണ് തോന്നിയത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വീണ്ടും ഒന്നും കൂടി പൊടി തട്ടി എടുത്തോടാ എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് തോന്നിയത്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോൾ ഇട്ടിരുന്നു. അപ്പോൾ അതിലും ഒരുപാട് പേര് വീഡിയോസ് വേണം എന്ന് തന്നെ പറഞ്ഞേ. അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തോളം ആയി വീഡിയോസ് കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ട് തന്നെ. റീൽസ് ആണെങ്കിൽ പോലും അങ്ങനെ ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നിർത്തിയെന്ന് പറഞ്ഞാൽ ഓൾ കേരള വെച്ചിട്ട് വീഡിയോസാണ് ഇട്ടിരുന്നത്. അതായത് നമ്മൾ ജന്നയുടെ കൂടെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റായിട്ട് ഇട്ടിരുന്നത്. എല്ലാവരും ചോദിക്കുന്നതും ജന്നനെ തന്നെയാണ്. എല്ലാവർക്കും അപ്പോൾ ജന്നനെ കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും ഇപ്പോൾ ജന്നേനെ വെച്ചിട്ട് തന്നെ നമ്മളൊരു രണ്ടാമതൊരു വരവ് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജന്നേനെ കുളിപ്പിക്കാനായിട്ട് പോകാം. ജന്നെ നമ്മൾ 2 ടൈമിലായിട്ടാണ് കുളിപ്പിക്കുക. അതായത് വീക്കിലി വൺസും അതുപോലെ തന്നെ 2 വീക്ക് കൂടുമ്പോഴും അങ്ങനെയാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം 2 വീക്ക് എത്തുമ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം സിംഗിൾ വീക്കിൽ കുളിപ്പിക്കും. അപ്പോൾ നമ്മളിന്നിപ്പോൾ 2 ആഴ്ച എത്തിയിട്ടാണ് കുളിപ്പിക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുളിപ്പിക്കുന്നതിൻ്റെ തലേദിവസം അതിൻ്റെ തലേദിവസമൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് വിട്ടേക്കും. ചെളിയിലൊക്കെ ഇറങ്ങാനും ആൾക്ക് ഫുൾ ഫ്രീഡം ആയിട്ട് നടക്കാം. അപ്പോൾ ഇന്നാകെ ചെളിപിളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജന്നനെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അധികം വൈകാതെ തന്നെ ജന്നനായിട്ടുള്ള ട്രാവലിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഫിഷിംഗ് വീഡിയോസൊക്കെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുമ്പ് തന്ന അതേ സപ്പോർട്ട് തന്നെ ഇപ്പോഴും തരുന്നത് വിശ്വസിക്കുന്നു. അത് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിത് ജന്നേനെ കൂട്ടിന്ന് പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ കോലം എന്ന് പറയുന്നത്. കളിയാണ്ടോ ജന, സ്റ്റേ, ജമ്പ്, കം, ജമ്പ്. യാ ഗുഡ് ഗേൾ. സിറ്റ് ജന. യാ ഗുഡ് ഗേൾ. അതെ, മോന്തൊക്കെ കൊണ്ടുപോയി മണ്ണിൽ ഒരച്ചാകി അഴുക്കായിട്ട് ഇരിക്കണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ കോലം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് വെളുപ്പിച്ച് നമുക്ക് എടുക്കണം. യാ ഗുഡ് ഗേൾ. ഇതാണോ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട് കഴുത്തിൽ. നോ. യാ ഗുഡ് ഗേൾ. അപ്പം ഇത് നമ്മുടെ പണ്ടത്തെ ട്രൈപ്പോഡ് ഞാൻ എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പം ഇനി കുളിപ്പിക്കുന്ന വിഷല് കാര്യങ്ങളൊക്കെ അതിൽ കാണാം. നമുക്ക് ജന്നയുടെ മേത്ത് തേക്കുന്നൊരു ഓയിലുണ്ട് കേട്ടോ. ശരിക്കും ഓയിൽ തേച്ച് കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കാറ്. പക്ഷെ ഇങ്ങനെ അഴുക്കായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ നമ്മളത് ചെയ്യാറില്ല. നമ്മൾ 1 വീക്ക് എത്തുമ്പോൾ കുളിപ്പിക്കുന്നതാണല്ലേ. ആ ടൈമിൽ നമ്മൾ ഫുൾ ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്തൊരു 1 or 2 hour മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഷാമ്പു വെച്ചാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി കുളിപ്പിക്കുന്ന കാര്യങ്ങൾ കാണാം. ഹലോ, അപ്പം നമ്മൾ കുളിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുളിപ്പിക്കാനായിട്ട് വാട്ടറും അതുപോലെ തന്നെ ഈ റബ്ബർ ബ്രഷും ഷാമ്പു മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നാളും യൂസ് ചെയ്തിരുന്ന ഈ ഒരു മെഡിക്കൽ ഷാമ്പു ആയിരുന്നു. ഇതിപ്പോൾ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 6 വർഷം കൊണ്ട് പുതിയൊരു ഷാമ്പു ആണ്. അത് എനിക്കൊരു ഡോക്ടർ ഗിഫ്റ്റ് തന്നാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഡൈലൂട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഈ ഷാമ്പു കാര്യങ്ങളൊക്കെ ഡൈലൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓവറായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം അതിൻ്റെ ഷാമ്പൂവിൻ്റെ ആ ക്വാളിറ്റി കാര്യങ്ങൾ പോകും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മാത്രം ഷാമ്പു ഡൈലൂട്ട് ചെയ്യുക. ഓവറായിട്ട് വെള്ളം എടുക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം നനയ്ക്കുക. അത് കഴിഞ്ഞ് ഷാമ്പു തേച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നിർത്തും. അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ചെയ്തെടുക്കും. അതാണ് കുളിക്കുന്ന ഒരു പ്രൊസീജിയർ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നനച്ചെടുക്കാം. എന്നിട്ടാണ് ഷാമ്പു അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. വേറെ ഒന്നല്ല, ചെവിയുടെ ഉള്ളിൽ വെള്ളം പോകാനായിട്ട് പാടില്ല. പെട്ടെന്ന് പഴുപ്പ് വരും. അതുപോലെ തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവാനും സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴും കുളിപ്പിച്ച് കഴിഞ്ഞ് ഇപ്പോഴും ഡോഗിനെ എന്താ പറയുക ഡ്രൈ ആക്കി നിർത്താം. ജസ്റ്റ് കുളിപ്പിച്ച പാടെ കൂട്ടിലേക്ക് കയറ്റിയിടാനോ അതേപോലെ തന്നെ കൂട്ടിലേക്ക് നനയ്ക്കാനോ പാടില്ല. എപ്പോഴും നനച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഷാമ്പു ഒക്കെ തേച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ.
ജെന്നെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞൊരു കാര്യം മനസ്സിലാവും. ജെന്നിപ്പോ പഴയ പോലെ ഫുള്ള് വൈറ്റ് കളറല്ല കേട്ടോ. ആക്ച്വലി ആ ടാൻ കളർ ശരിക്കും വിസിബിൾ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു വൈറ്റ് കളറൊക്കെ പോയി ഒരു ടാൻ മിക്സ് ആയി. ഓൾറെഡി ജെന്ന വൈറ്റ് ആൻഡ് ടാൻ കളറാണ്. ആൾക്ക് മുതുകിലും അതുപോലെ തന്നെ ഇയേഴ്സൊക്കെ ശരിക്കും ടാൻ ആയിരുന്നു കുഞ്ഞിലെ. പിന്നീടൊന്ന് തിരുമാറി വന്നപ്പോൾ വൈറ്റ് ആയി. ഇപ്പോൾ ദേ വീണ്ടും പഴയ പോലെ തന്നെ ഹെയർ കാര്യങ്ങളൊക്കെ ഫില്ലായപ്പോൾ പഴയ പോലെ തന്നെ ടാൻ കളർ വിസിബിൾ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പുറത്ത് കാണുന്ന കളറല്ല താഴത്ത് കാണുന്ന അത്രയും ഇൻറ്റൻസിറ്റി ഇല്ല കേട്ടോ കളറിന്. അതിപ്പോൾ അഴുക്കും കൂടി ഉള്ളതുകൊണ്ടാണ് അത്രയും വിസിബിൾ ആവുന്നത്. നമുക്ക് മഴ വരുന്നുണ്ട്, അതിന് മുമ്പൊന്ന് ക്ലിയർ ആക്കണം. പിന്നെ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഡൈലൂട്ടായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ അതിന് വേണം, എന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ അധികം ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസിലൊക്കെ ചേഞ്ചസ് വരും. ജന ഗുഡ് ഗേൾ. അപ്പോൾ നമ്മളൊരു തിരിക്കോളം വെള്ളത്തിൽ വേണം ഷാമ്പു മിക്സ് ചെയ്യാനായിട്ട്. ഓവറായിട്ട് വെള്ളം എടുക്കരുത്. നമുക്കപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിപ്പിച്ച് ഡ്രൈ ചെയ്തെടുക്കാം. അല്ലാതെ നമുക്കൊന്ന് ജസ്റ്റ് പുറത്തേക്ക് പോവാം. മഴ പെയ്യുമോയെന്ന് അറിയില്ല. പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോക്ക് നടക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പോവാം. ജെന്നവിടെ ഉണ്ട്. നമ്മൾ ഓഷ്യൻ സ്റ്റേജിൻ്റെ പുതിയൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഐ മീൻ റോഡായിരുന്നു എടുത്തിട്ടുണ്ട് ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. 9 ഫീറ്റ് റോഡാണ്. സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇന്നോ നാളെയോ മേ ബി എൻ്റെ കയ്യിൽ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഫിഷിങ് കാര്യങ്ങൾക്കൊക്കെ പോകണം എന്തായാലും. നീ വരുന്നുണ്ടോ ഡി ഫിഷിങ്ങിന്? അതുപോലെ കൊണ്ട് പോവാട്ടോ ഫിഷിങ്ങിന്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ജെന്നേനെ കുളിപ്പിക്കാം. ഇപ്പോൾ ഷാമ്പൊക്കെ തേച്ച് നിർത്തിയിട്ടുണ്ട്. 15 മിനിറ്റ് ആയി. ഓക്കെ, കാർമേഘം നിൽക്കുന്നുണ്ട്. അത് കാരണം ലൈറ്റ് കുറവ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജെന്നേനെ ഒരു 10 മിനിറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്തണം. എന്നിട്ട് നമ്മൾ കുടഞ്ഞ് കളഞ്ഞ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് തോർത്ത് വെച്ചിട്ട് തുടയ്ക്കാനായിട്ട്. അതായത് ഡയറക്റ്റ് തോർത്ത് വെച്ച് വെച്ച് കഴിഞ്ഞാൽ തോർത്ത് വെള്ളം കൂടുതൽ വെള്ളം പോയില്ല. ചൂടൊക്കെ കുടഞ്ഞ് വെള്ളം കളയട്ടെ ആദ്യം. ജന ഓക്കെ, അപ്പം ഇതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രൈയർ. റിയൽമിറ ഡ്രൈയറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല. അതായത് നമുക്ക് അടിക്കാം. അങ്ങനെ നമ്മളെ ഡ്രൈ ആക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളൊന്നും ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് നോക്കാം ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ടോയെന്ന്. അപ്പം ഫുൾ ഉണങ്ങിയ ആള് ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്ക് നെയിൽ വെട്ടണം. അവിടെ നെയിൽ കണ്ടോ, അത്യാവശ്യമായിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വെട്ടണം. നെയിൽ വെട്ടൽ കുറച്ച് ഒച്ചയുമ്പോൾ എടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നമുക്ക് പല്ല കണ്ട അപ്പം നമുക്ക് നഖം വെട്ടാം. അപ്പം വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീട്ടില് സുന്ദരി പെണ്ണാണേ. ഹായ്, അങ്ങനെ നമ്മള് ജെന്നേനെ സുന്ദരി പെണ്ണാക്കിയിട്ടുണ്ട്. ജന അപ്പൊ ഈ കാലിന്റെ അടിഭാഗത്തു നിന്നൊക്കെ കുറച്ചൊന്ന് ഹെയർ വെട്ടണം. അതുപോലെ തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം. ഹെയർ അങ്ങനെ ഫുൾ കട്ട് ചെയ്യുന്നില്ല, കാലിന്റെ അടിയിൽ നിന്ന് ഫുൾ ട്രിം ചെയ്യണം. ബാക്കി ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് പൊന്തിരിക്കുന്നത് മാത്രം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അത് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഇന്ന് പറ്റിക്കഴിഞ്ഞാൽ വൈകിട്ട് ഇവളെയും കൊണ്ടൊന്ന് പുറത്ത് പോയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിത് വൈകിട്ടായിട്ട് ഇറങ്ങി വന്നപ്പോൾ അപ്പോൾ ജെന്നയുടെ ഒരു ഫ്രണ്ടിനെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഒരു വൈറ്റ് ഹസ്കിയാണ്, നമ്മളെ ആന്റണി അഭിജിത്തിന്റെ ഡോഗാണ് കേട്ടോ. നമുക്കപ്പോൾ ജെന്നേനെ ഒന്ന് പരിചയപ്പെടുത്താം. ജന യെസ്. അയ്യോ തൊട്ടിപ്പോയി. ഇവൻ നമ്മൾ വിചാരിക്കണല്ല, താഴെ ടെററാണ്. ഓണറടക്കം 10-20 പേരൊക്കെ അടിച്ചവനാണ്. ഇവനെ റെസ്ക്യൂ ഡോഗ് ആയിരുന്നില്ലേ? ഇവനെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് തൊടണത്.
രണ്ടാമത് ഇനി തൊടാൻ എനിക്ക് ധൈര്യമില്ല. പിന്നെ ഓക്കെ, ഒരു കാര്യം കൂടി പറയാം. ഇവന്റെ ഓണർ ഒരാളിത്, പിന്നെ ആന്റണി അഭിജിത്ത് ഉണ്ട്, ഒരു റെസ്ക്യൂർ ആണ്. ആന്റണി അവനാണ് കേട്ടോ എനിക്ക് ശരിക്കും ജന്നേന ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്തതും കൊണ്ടുപോയതും. ജന്ന ഫുള്ള് റെഡി ആയതൊക്കെ പെരുമ്പാവൂർ ഹോസ്പിറ്റലാണ്. അവിടെ ആ പെറ്റ് ഷോപ്പിന്റെ ഹോസ്പിറ്റലിന്റെ പേരെന്തായിരുന്നു? കമ്പാനിയൻ. ഓക്കെ ഓക്കെ, കമ്പാനിയൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് നമ്മൾ ജന്നേനെ കൊണ്ടുപോയത്. ആ ഡോക്ടറിന്റെ പേരറിയോ? ഗൗതം. ഓക്കെ, ഗൗതം സാറാണ് കേട്ടോ ജന്നേനെ ഫുള്ള് റെഡിയാക്കി തന്നെ. നമ്മൾ 8 മാസം ഇവിടെ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് നടന്നില്ല. അവിടെ 1 മാസം കൊണ്ട് ജന്നേനെ എനിക്ക് റെഡിയാക്കി തന്നു. യാ, അവന്റെ പേര് ബെക്കാം. എനിക്ക് തൊടണ്ടട്ടാ, തൊട്ടോരോ ക്ഷീണം മാറിയിട്ടില്ല. ഞാനും ബെക്കാമിനെ ഇറക്കിയിട്ടുണ്ടല്ലോ. ഇവൻ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, കാരണം ഇവന്റെ ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പേടിച്ചു നിന്നത്. പക്ഷെ ഇപ്പോൾ ആളെ ഒതുങ്ങിയിട്ടുണ്ട് ശരിക്കും. ഇവൻ നാളെ അഡോപ്ഷൻ പോവാണ് കേട്ടോ. ലാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ എനിക്ക് കാണാൻ കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ടാണ് ഞാൻ ഇറക്കാൻ ധൈര്യം കാണിച്ചത്. ഹായ് ഓൾ, അപ്പം നമ്മളത് ജനയെ കൊണ്ടൊരു സ്ഥലത്ത് സിറ്റ് ആയിട്ടുണ്ട്, എവിടെ ഇരിക്കുന്നുണ്ട് ആള്. അപ്പോൾ എല്ലാവർക്കും ബെക്കാമിന് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബെക്കാമൊക്കെ ജന്നയുടെ കുഞ്ഞിനാളിലോട്ടുള്ള ഫ്രണ്ടാണ്ടാ. ഏകദേശം 2 വർഷമായി അവനെ അഡോപ്റ്റ് ചെയ്തിട്ട്, റെസ്ക്യൂ ചെയ്തിട്ട്. ജന ബെക്കാമിനെ കണ്ടോ? ഇവരൊക്കെ കുഞ്ഞിലേ തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ്ടാ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ കോട്ടപ്പുറം. നമുക്ക് ഒരു കൊടുങ്ങല്ലൂരിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ ജന ടാറ്റ പറ. ജന ടാറ്റ പറ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.